ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെളുത്ത കടലയുടെ കുറുമയാണ്. അത് ഞാൻ ഒരു ബൗൾ വെളുത്ത കടല കുതിർത്ത് വേവിച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ 2 മീഡിയം ടൈപ്പ് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്നു, പിന്നെ ഒരു 3 ഏലക്ക, പച്ചമുളക് ഒരു 5 എണ്ണം അരിഞ്ഞു വെച്ചിരിക്കുന്നു, തേങ്ങ തിരിങ്ങിയത് ഒരു ചെറിയ ബൗൾ, ഒരു 10 കാഷ്യൂനട്ട് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്നത്, അത് നമ്മൾക്ക് അരച്ചെടുക്കണം. ഇനി നമ്മൾക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഒരു പാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഏലക്ക കൂടി ഇട്ട് കൊടുക്കണം അതിലേക്ക്. പിന്നെ നമ്മൾക്ക് ഉള്ളി കൂടി ഇട്ട് നല്ലതായിട്ട് ഉള്ളിയും പച്ചമുളകും ഇടണം. പച്ചമുളകും കൂടി ഇട്ട് നല്ലതായിട്ട് വഴറ്റി കൊടുക്കണം. ചെറിയ രീതിയിലൊന്ന് പച്ചമണം മാറുന്നിടം വരെ നമ്മൾക്കൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം പച്ചമുളക് ഇട്ട് കൊടുത്തു. ഇതിലേക്ക് മല്ലിപ്പൊടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾക്ക് അത് തണുക്കുന്നിടം വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യുക. ഇനി നമ്മൾക്ക് ജാറിനകത്തിൽ നമുക്ക് കാഷ്യൂനട്ട് അരയ്ക്കാം. അതിലേക്ക് ശകലം വെള്ളം ഒഴിച്ച് കാഷ്യൂനട്ട് അരച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും ഇഞ്ചറും എല്ലാം കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പ് വെച്ച് അതിലേക്ക് ശകലം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏലക്കാടയൊക്കെ മണം നല്ലതായിട്ട് വരുന്നുണ്ട്. ഏലക്ക 3 എണ്ണമാണ് നമ്മൾ അരച്ചത്. ഏലക്കാടയൊക്കെ മണമൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾക്കിനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വേവിച്ച് വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾക്ക് 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. നമ്മൾക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മൾക്ക് ശകലം കൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്കിനി അരച്ച് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരു 10 കാഷ്യൂനട്ടാണ് ഞാൻ എടുത്ത് അരച്ചത്. അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ടൊമാറ്റോ നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അരിയെല്ലാം എടുത്ത് കളഞ്ഞ് അകത്തെ പുളിവെള്ളമൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം വൃത്തിയാക്കി അരിഞ്ഞിട്ടതാണ്. ഇനി നമ്മൾക്ക് 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടി നമ്മൾക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ നല്ലതായിട്ട് അരച്ചതാണ്, അത് നമ്മൾക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ കടല അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ കറിവേപ്പില കൂടി ഇട്ട് നമ്മൾ ഇളക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ വെള്ളക്കടല കുറുമ ഇവിടെ റെഡിയായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായി വരികയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയേക്കണേ. അടുത്ത് കാണുന്ന ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. താങ്ക് യു.